കൂട്ടുകാരെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി കേരപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഡബിൾ ഡെക്കർ AC സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഡബിൾ ഡെക്കർ ട്രെയിൻ ഇതിനു മുമ്പ് കാണാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഒന്ന് കാണാമെന്ന് കണ്ട് അങ്ങനെയാണ് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് ഈ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ക്ലാസ്സിലുള്ള ട്രെയിനാണ്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AC ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ക്ലാസ്സിൽ വരുന്ന ഒരു ട്രെയിനാണ്. ഇത് ഡെയിലി സർവീസ് ഉള്ളതാണ്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്, തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്കും. ഏകദേശം 9 സ്റ്റേഷനുണ്ട്. ഇത് 359 കിലോമീറ്ററാണ് ബാംഗ്ലൂർ ടു ചെന്നൈ ഡിസ്റ്റൻസ്. അത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 5.25 മണിക്കൂറാണ് ഇത് എടുക്കുന്നത്. ഈ ട്രെയിനകത്ത് സെക്കൻഡ് സിറ്റിങ്ങും ഉണ്ട്, പിന്നെ ലോക്കൽ ക്ലാസ്സും ഉണ്ട്. ഇപ്പം AC വേണ്ടാത്തവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം. AC വേണ്ടവർക്ക് ചെയർ കാർ അതിനകത്തുള്ളത്. ഡബിൾ ഡെക്കർ ആയതോടുകൂടി അതിൻ്റെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടുതലാണ്. മുമ്പ് ഈ റൂട്ടുകളിൽ ഈ ഒരു ട്രെയിൻ ഇല്ലായിരുന്നു. പിന്നെ തിരക്കൊക്കെ പ്രമാണിച്ചിട്ടായിരിക്കണം ഇതിട്ട്. എന്തായാലും എല്ലാ ദിവസവും റണ്ണാകുന്ന ഒരു ട്രെയിനാണ്. ആവറേജ് സ്പീഡ് 60 കിലോമീറ്ററുകളാണ്. പങ്ക്ച്വാലിറ്റിയാണ് ഈ ട്രെയിനിൻ്റെ. ഇത് അറ്റ്ലീസ്റ്റ് കൃത്യം ടൈം പാലിക്കുന്ന ഒരു ട്രെയിനാണ്. 560 രൂപയാണ് AC കയറണമെങ്കിൽ. പിന്നെ സെക്കൻഡ് സീറ്റിലാണെങ്കിൽ 160 രൂപ. ഇതിനകത്ത് ഒരു വൃത്തികേടായിട്ട് കണ്ടത്, ഒരു ട്രെയിനിന് പരസ്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്കറെല്ലാം പറിച്ച് കളഞ്ഞപ്പോഴത്തേക്കിന് ആ ട്രെയിനിൻ്റെ ബോഗിയെല്ലാം അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല തിളങ്ങുന്ന പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. പിന്നെ റെയിൽവേക്ക് മറ്റ് വരുമാനം വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും പരസ്യത്തിന് നല്ല അനുമതി കൊടുത്തത്. എന്തായാലും അത് പറിച്ച് കളഞ്ഞപ്പോൾ അവിടെ വൃത്തികേടായിട്ടിരിക്കുന്നു. എന്തായാലും ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, റെയിൽവേ ഇങ്ങനെ നൂതന രീതിയിൽ മാറുന്നതിൽ സന്തോഷം. താങ്ക് യു.